ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോളർ നെക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ ഇന്ന് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളർ നെക്കാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. സാധാരണ നമ്മൾ കോളറിന് വേണ്ടിയിട്ടൊക്കെ പ്രത്യേകം കട്ട് ചെയ്തൊക്കെ ഫിക്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു കോളർ നെക്ക് വളരെ ഉപകാരപ്പെടും കേട്ടോ. ഈ ഒരു കോളറിന് വേണ്ടിയിട്ട് നമ്മൾ ബ്ലൗസിൻ്റെ കൂടെ തന്നെ കേട്ടോ മെഷർ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ എക്സ്ട്രാ സ്റ്റിച്ചിങ്ങോ കട്ടിങ്ങോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ പലവിധം കോളറുകളും കണ്ടിട്ടുണ്ടാവും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് കേട്ടോ ഈ ഒരു കോളർ ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് തന്നെ കോളർ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ബ്ലൗസിൻ്റെ ഫ്രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു ലെങ്ത്തിലുള്ളൊരു പീസിനെ രണ്ടായിട്ട് മടക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ താഴെ ഭാഗത്ത് ഓപ്പൺ വരുന്നതും മുകൾ ഭാഗം ഫോൾഡ് ചെയ്ത രൂപത്തിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഈ ഒരു കോളർ നെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്തിനേക്കാളും ഒരു 6 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം കേട്ടോ. ഇപ്പോൾ ഞാൻ ലെങ്ത്തായിട്ട് എടുക്കുന്നത് 16 ഇഞ്ചസും അതുപോലെ തന്നെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 14 ഇഞ്ചസുമാണ് കേട്ടോ. എനിക്കിവിടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് കിട്ടേണ്ടത് 13 ഇഞ്ചസാണ്. അപ്പോൾ ഞാനൊരു 16 ഇഞ്ചസാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മളതുപോലെ കൂട്ടിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഞാനിവിടെ ഒരു 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മുടെ ഈ ഒരു ഭാഗത്ത് നിന്നും 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് താഴെ വരെ ആ ഒരു 5 ഇഞ്ചിൻ്റെ ഒരു വിഡ്ത്ത് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമുക്ക് കോളറിന് വേണ്ടിയിട്ടുള്ള മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് മടക്കിയിട്ട് ചെയ്യുന്ന ഒരു ഭാഗം കേട്ടോ. അപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്യുമ്പം ഈ 5 ഇഞ്ച് 2.5 ഇഞ്ചായിരിക്കും നമ്മുടെ കോളറിൻ്റെ വിഡ്ത്തായിട്ട് കിട്ടുക കേട്ടോ. അപ്പോൾ 5 ഇഞ്ചിൽ കുറയാതെ എന്തായാലും നമ്മളത് ചെയ്തെടുക്കണം. അപ്പോൾ ഇനിയുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മളിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്യാൻ എന്തായാലും മറക്കരുത് കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വേണം ഇനി നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കാനായിട്ട്. ഇനി നമുക്ക് മുകളിൽ നിന്നും ഇതുപോലെ താഴേക്കൊരു 3 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിലേക്ക് വരുന്ന ഒരു കോളറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതിനെ രണ്ടായിട്ട് മടക്കിയിട്ട് ചെയ്തതല്ലേ, അപ്പം ഇത് നിവർത്തുമ്പോൾ നമുക്ക് 6 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു 6 ഇഞ്ചാണ് നമ്മുടെ നെക്കിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇനി നമ്മൾ ആ 3 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്ന് ഇതുപോലെ ഒരു 7 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് ഇതിൽ ഇൻക്ലൂഡഡ് ചെയ്തിട്ടാണ് ബാക്കി വരുന്നത് ഇതുപോലെ 7 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ആം ഹോളിന് വേണ്ടിയിട്ടും ഒരു 7 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ആ കർവും കൂടെ ഒന്ന് വരച്ച് കൊടുക്കാം. അടുത്തതായിട്ട് ഇനി നമുക്ക് ചെസ്റ്റ് ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗമല്ലേ, അതും കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ട് വേണം കേട്ടോ നമ്മളിതുപോലെ മാർക്ക് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ചെസ്റ്റ് ലെങ്ത്തിന് വേണ്ടിയിട്ട് 9 ഇഞ്ചസാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. സീം അലവൻസിനും കൂടി കൂട്ടിയിട്ട് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. താഴെ ഭാഗത്തും അതുപോലെ തന്നെ ഒരു 9 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്ക് ചെയ്തതിനൊക്കെ ഒന്ന് വരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്നും കൂടി കാണിക്കുന്നുണ്ട്. നമ്മുടെ കോളറിന് വേണ്ടിയിട്ട് 3 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബാക്ക് കോളറാണ് കേട്ടോ. അതേപോലെ ഷോൾഡർ ലെങ്ത്ത് 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആം ഹോളും 7 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ചെസ്റ്റ് ലെങ്ത്ത് 10 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ താഴെ ഭാഗത്തും 10 ഇഞ്ചസ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടിപ്പം ഇതുപോലെ ഉണ്ട് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ആ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മുകളിലേക്കാക്കിയിട്ട് ഇതുപോലെ 3 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ എടുത്തിട്ടുള്ളത്. ആ ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് താഴേക്കാണ് കേട്ടോ നമുക്ക് ഫ്രണ്ടിൽ കോളർ വരുന്നത്. അപ്പോൾ ഞാൻ ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 7 ഇഞ്ചിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ 3 ഇഞ്ച് വരുന്നത് നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വരുന്ന കോളറാണ്. ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് താഴേക്ക് വരുന്ന ഭാഗമാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിലേക്ക് വരുന്ന കോളർ. അപ്പോൾ 4 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 7 ഇഞ്ചിലാണ് ഞാൻ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നമ്മുടെ കോളറിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ഒരു കട്ടിങ് വരുന്നൊരു ഭാഗം ഉണ്ടല്ലോ, ഇത് മാത്രമാണ് നമ്മൾ കോളറിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്ന ഭാഗം. അപ്പോൾ ഇതുപോലൊരു ഓപ്പൺ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ
നടുവിലായിട്ട് ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട്, രണ്ട് സൈഡിലും വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം ഉണ്ടല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല വശത്തേക്കൊന്ന് മറിച്ചിട്ടിട്ട് ഈ ഒരു ഭാഗം നമ്മളൊരു വി ഷേപ്പിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കട്ടിട്ടും കൂടി കൊടുക്കാം കേട്ടോ. നമുക്ക് മറിച്ചിട്ടെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിട്ടിട്ട് ഒന്ന് ലൂസ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ടെടുക്കാം. അപ്പോൾ ആ ഒരു കോർണർ പിടിച്ചിട്ടൊന്ന് തള്ളി കൊടുത്താൽ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് ആ ഒരു ഭാഗം കിട്ടും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു കോളറിൻ്റെ ഒരു പാറ്റേൺ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും കേട്ടോ. ഇപ്പോൾ ഇതുപോലെ നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് കേട്ടോ നമ്മുടെ ആ ഒരു കോളറിൻ്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. ഇനി നമ്മളിതിനെ ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ കോളറിൻ്റെ ഒരു പാറ്റേൺ എങ്ങനെ വരുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് മടക്കി തേച്ച് കൊടുക്കാം. ഇത് ഇപ്പോഴല്ല കേട്ടോ ചെയ്യേണ്ടത്, നമ്മുടെ ബാക്ക് സൈഡിലെ ബ്ലൗസ് പീസും കൂടിയും അറ്റാച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്ക് മടക്കി തേച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കോളറിന് വേണ്ടിയിട്ട് ഫ്രണ്ടത്തെ പീസ് ഈ ഒരു ഇതിലാണ് കേട്ടോ കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുമ്പോഴാണ് ഇതൊരു കോളറിൻ്റെ പാറ്റേണിലേക്കായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതുപോലെ നമ്മൾ കറക്റ്റാക്കിയിട്ട് വെച്ചെടുക്കുമ്പോൾ ദാ ഒരു കോളറിൻ്റെ ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ കോളറിൻ്റെ പാറ്റേൺ ഇവിടെ ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു ഭാഗം അവിടെ നിന്നോളും. അപ്പോൾ ഇതുപോലെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോളറിൻ്റെ മെത്തേഡാണ് കേട്ടോ ഇന്ന് കാണിച്ചിട്ടുള്ളത്. കോളർ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഈ ഒരു മെത്തേഡ് ചെയ്ത് നോക്കുന്നത് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത് ആകെ ആ ഒരു പീസ് ഉണ്ടല്ലോ, ഒരു വി ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ആ ഒരു ഭാഗം മാത്രമാണ് ഈ കോളറിൻ്റെ സ്റ്റിച്ചിന്ന് വരുന്നത്. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മുടെ ബ്ലൗസിൻ്റെ ബാക്ക് പീസ് ഉണ്ടല്ലോ, അത് ആ ഒരു ലൈനിൽ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ വേറെ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഇനിയൊരു ഭംഗിക്കായിട്ട് ഇതുപോലെ ഒരു ബട്ടൺസും കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളറിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. കണ്ട നല്ല പെർഫെക്റ്റ് കോളർ തന്നെ കേട്ടോ. നമ്മൾ നോർമൽ എങ്ങനെ കോളർ ചെയ്യുന്നത് ആ ഒരു ലുക്ക് തന്നെ നമുക്കിത് ഫീൽ ചെയ്യും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.